ക്ലാസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ ഒരു ക്ലാസ് പോലെ പഠിപ്പിച്ചു പോവുകയല്ല, കുറച്ചുകൂടെ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മൾ കുറെ കൂടെ ആ ക്ലാസ്സിലേക്ക് നമുക്ക് നാളെയും ആ ക്ലാസ്സിൽ വീണ്ടും വന്ന് ഇരിക്കാനായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ മെയിൻ പോർട്ട്ഫോളിയോ നമുക്ക് നല്ലോണം സെറ്റാക്കി തരും എന്ന് പറഞ്ഞപ്പം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് തോന്നി. ബിക്കോസ് യൂഷ്വലി ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമല്ല, നമുക്കൊരു ജോലിക്ക് കയറണമെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ മെന്റേഴ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എന്തായിരുന്നു, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏത് ടൈം ആയാലും അവരെല്ലാവരും ഒന്നിച്ചൊന്ന് ലൈക്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ഈവൻ എന്താ പറയാ, ഇപ്പൊ ചെറിയ ഡൗട്ട്സ് ആയാലും ലൈക്ക് അതൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പം നമ്മൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, നമ്മുടെ വർക്ക്സ് ആയാലും എന്തായാലും. ഹായ്, ഞാൻ ശില്പ. ഹായ്, ഞാൻ ശ്യാമ. ഞാൻ നിഷാന. ഞങ്ങൾ ഹാരിസ് ആൻഡ് കോ അക്കാഡമിയിലെ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസ് ആണ്. കുറേ നാളത്തെ വെർച്വൽ മീറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് മീറ്റ് ചെയ്യാണ്. അതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എത്തിയത്. കുറേ നാൾ ഈ വരാനുള്ള പ്ലാനിങ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഇത് എന്താണ്, എങ്ങനെയാകും, എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒരു പിടുത്തം ഇല്ലാണ്ടാണ് വന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം. ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ it felt like completely different actually. കുറെ നാളുകൊണ്ട് അറിയുന്ന പോലെ തോന്നി. അതെ, ആദ്യമായിട്ട് കാണുകയാണെന്നുള്ളതായിട്ട് തോന്നിയില്ല. ഡിഫറെന്റ് പ്ലേസസ് ആണ് ഞാൻ കണ്ണൂരിനാണ്. ഞാൻ ആലപ്പുഴ കായംകുളം. ഞാൻ കോഴിക്കോട് പയ്യോളി. നമ്മൾ ഹാക്കയിൽ ജോയിൻ ചെയ്യാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ക്ലിയർ അല്ല. കാരണം ഞാൻ ഈ പറഞ്ഞോട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ ഹാരിസ് ആൻഡ് കോനെ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ടുണ്ട്, ഞാനിതിന് ജോയിൻ ചെയ്യാൻ പോവുകയാണ്, എനിക്ക് അത്ര ഉറപ്പില്ല, എന്നാലും ഞാനിതിന് ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അന്നേരം ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആള് ഞാനായിട്ട് പറയാണ്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് ഹാരിസ് ആൻഡ് കോ അക്കാഡമി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്, ഇതിൽ തന്നെയാണ് ഞാനും ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞെങ്കിൽ പിന്നെ ഓക്കെ, ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാവുന്ന ഒരാൾ പറഞ്ഞതിൻ്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് പിന്നെ അങ്ങ് ചാടി കയറിയതാണ്. ഞാൻ ഹാരിസ് ആൻഡ് കോ അക്കാഡമി ഇതുപോലെ ആഡ് ത്രൂ ആണ് കണ്ടത്. പക്ഷെ ഞാനിങ്ങനെ അന്വേഷിച്ചു. എൻ്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഹാരിസ് ആൻഡ് കോ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിരുന്നു. അപ്പൊ അവളും പറഞ്ഞ നല്ല റിവ്യൂസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാനും ജോയിൻ ചെയ്ത്. പിന്നെ അവർ മെയിൻ പോർട്ട്ഫോളിയോ നമുക്ക് നല്ലോണം സെറ്റാക്കി തരും എന്ന് പറഞ്ഞപ്പം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് തോന്നി. ബിക്കോസ് യൂഷ്വലി ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമല്ല, നമുക്കൊരു ജോലിക്ക് കയറണമെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഹാരിസ് ആൻഡ് കോല് ഇതുപോലെ ഇൻട്രസ്റ്റ് കൂടിയത് എനിക്ക്. സെയിം, ഞാനും റിസ്വാന്റെ ആഡ്സ് ത്രൂ ആണ് ഹാരിസ് ആൻഡ് കോനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങിയതും ഞാൻ ജോയിൻ ചെയ്യാൻ ഒരു തോട്ട് കൊടുത്തതും. പിന്നെ ഇവർ പ്രോമിസ് ചെയ്യുന്ന പോലെ ഒരു പെർഫെക്റ്റ് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് തന്നെ ബിൽഡ് ചെയ്യിപ്പിക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസ്, പിന്നെ എന്താ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ട് മെന്റേഴ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ആക്ച്വലി ഡ്രോ ചെയ്തത് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പല ഡിഫറെന്റ് ഫീൽഡിലേക്ക് മാറി പോയാണ് അവസാനമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇതിൽ വന്നെത്തിയത്. ഡിഫറെന്റ് ഫീൽഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രി പറയുമ്പോൾ BBA ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അയാട്ടോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലോജിസ്റ്റിക്സ്, ആൻഡ് അത് കഴിഞ്ഞാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫീൽഡിന്റെ ആ ഒരു ടൈമിങ് അനുസരിച്ച് അത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് സക്സസ്ഫുൾ ആയില്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ പിന്നെയും ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതിൽ വരുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ആൻഡ് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെയും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകും, എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു, ഫസ്റ്റ് ക്ലാസ് തൊട്ട് ആൻഡ് ടിൽ എല്ലാ ക്ലാസ്സുകളും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. മെന്റേഴ്സ് ആയാലോ കൂടെയുള്ള സ്റ്റുഡൻസ് ആയാലോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ്, എല്ലാ കാര്യത്തിനും എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ആ ക്ലാസ് ഒക്കെ എടുത്തതും ലൈക്ക് ഫുൾ ഒരു എൻഗേജ് രീതിയിലുള്ള ക്ലാസ് ഒക്കെ കൊണ്ടുപോയതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ നല്ല സപ്പോർട്ടീവ് കോർഡിനേറ്റർ ഷഹാനിയും പിന്നെ നമുക്ക് ഐശ്വര്യൊക്കെ ഉണ്ടായി ആദ്യം. ഞാൻ ഈ ഓൺലൈനിൽ ജോയിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് എൻ്റെ മൈൻഡിൽ എന്ന് പറയുമ്പോൾ ഓക്കെ, ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് നമുക്ക് ഇത് പഠിക്കാം, എൻ്റെ ഒരു ഇതിൽ ടൈം അനുസരിച്ച് പഠിക്കാമെന്ന രീതിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് ഞാൻ അതിന് ജോയിൻ ചെയ്തു.
ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം ഒരു ഒരു ഹസിലായിരുന്നു. ഫുൾ എന്താ രാവിലെ വർക്കിന് പോയി തിരിച്ച് വരുന്നത് ആ ഒരു ടൈം അനുസരിച്ച് പെട്ടെന്ന് വരിക, വന്നു കഴിഞ്ഞാൽ അധികം ടൈമില്ല പിന്നെ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നാലും ഒന്ന് ഫ്രഷായി നമ്മളൊന്ന് റെഡി ആയിട്ട് പിന്നെ ക്ലാസ്സിന് കയറി കഴിയുമ്പോൾ പിന്നെ ഫുൾ ആ ഒരു എൻവയോൺമെന്റ് ചേഞ്ച് ആകാണ്. കാരണം പിന്നെ അവിടുത്തെ ടോക്കും അവിടുത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ ഒരു ക്ലാസ് പോലെ പഠിപ്പിച്ചു പോകുകയല്ല, കുറച്ചുകൂടെ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മളെ കുറെ കൂടെ ആ ക്ലാസ്സിലേക്ക് നമുക്ക് നാളെയും ആ ക്ലാസ്സിൽ വീണ്ടും വന്ന് ഇരിക്കാനായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിൽ ബെസ്റ്റ് വെബ് ഡെവലപ്പർ ആയിരുന്നു നിഷാന. നമ്മളെല്ലാവരും ഒരേ പ്രൊജക്റ്റ് എടുത്തത് വെബ് ഡെവലപ്മെന്റ്. ആ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയി. നമ്മൾ 3 ആൾ കൂടാതെ 2 പേരും കൂടെ ഉണ്ട്. നമ്മൾ 5 പേര് ശരിക്കും ഇങ്ങനെ സൂം കോളൊക്കെ ഇരുന്ന് ഓരോ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അത്. നമ്മൾ ഡിഫറെന്റ് പ്ലേസസ് ആണ് എല്ലാവരും, എന്നാലും നമ്മൾ ഒരു ടൈം കണ്ടെത്തിയിട്ട് സൂം കോളിൽ ഇരിക്കും, മെന്ററൊന്നും ഇല്ലാണ്ട്. എന്നിട്ട് ലൈക്ക് ഫണ്ടായിരുന്നു ആക്ച്വലി. നമ്മൾ പ്രൊജക്ട് ഒരു ഭാഗത്ത് പോകും, എന്നാൽ നമ്മളുടെ ലൂസ് ടോക്സ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ലൈക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു പീരിയഡ് ആ ഇന്റേൺഷിപ്പ് പ്രൊജക്ട് പീരിയഡ് ആയിരുന്നു. അതെ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ വരുമ്പം എവിടുന്നൊക്കെയാണെന്നറിയില്ല, ആരെങ്കിലുമൊക്കെ എവിടുന്നേലുമൊക്കെ തപ്പിപ്പൊക്കിക്കൊണ്ട് വരും. എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ ആയാലും എടുത്തിട്ട് വരും. പിന്നെ അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ അടുക്കല് എല്ലാരും കൂടെ ഒരു ചട്ടം കെട്ടിങ്ങനെ പോവും ചോദിക്കാന്, ഡൗട്ട് ചോദിക്കാന്. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരോടും കുറച്ചുകൂടെ ബോണ്ടായ ടൈമായിരുന്നു പ്രൊജക്ട് പീരീഡ്.